ഷാബുലേക്ക് വിടാം. ഷാബുവിനകത്തൊന്ന് ഇടപെട്ട് പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ബഡ്ജറ്റ് പൂർണ്ണമായിട്ടും കണ്ടല്ലോ. ഞാൻ ഇതുമായിട്ട് ഞങ്ങൾ കുറച്ചുകൂടി മാർക്ക് കൂട്ടി കൊടുക്കണം. 5 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അതല്ല, ഇതൊരു സാധാരണക്കാരന്റെ സാധാരണ സംശയമാണ്. ഇത് വിഡിത്തമാണെങ്കിൽ ക്ഷമിക്കണം. ഇവരെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കാര്യം ഈ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് 14,500 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു. എത്രയാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്? ഇപ്പം 2,000 രൂപ. ആർക്കാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്? ഇതുകൊണ്ട് ജീവിക്കേണ്ട ആൾക്കാർ ആണല്ലോ. 65 ലക്ഷം 62 ലക്ഷം പേർക്ക്. അതായത് അരുണേ, മാസം 2,000 രൂപ കൊണ്ട് ജീവിക്കേണ്ട 62 ലക്ഷം ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. ഇവർ തന്നെ പറയുന്നു ഇവർ അതിദാരിദ്ര്യം ഇവിടെ നിന്ന് ഒഴിവാക്കിയത്. അപ്പോൾ ഈ മാസം 2,000 രൂപ കൊണ്ട് ജീവിക്കേണ്ട 62, അതായത് കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 20% വരും. 62 ലക്ഷം ജനങ്ങളുള്ള ജനസംഖ്യയുടെ 20% ജനങ്ങൾ ഉള്ള ഈ നാട്ടിൽ ഇവർ ദാരിദ്ര്യത്തിന്റെ ഡെഫിനിഷൻ പറയുന്നത്, അതായത് മാറി മാറി ഭരിച്ച സ്ഥലമാണിത്. ഒരു കൺസെപ്ഷൻ വിഷയമുണ്ട്. ഈ മാസം 2,000 രൂപ കൊടുത്തുകൊണ്ട് ജീവിക്കണമെന്ന് ആരാ സാറിനോട് പറഞ്ഞേ? അല്ല, അവരുടെ വീട്ടിൽ വരുമാനമുണ്ട്. കൺസെപ്ഷൻ പ്രശ്നമുണ്ട്. ശ്രീ ചന്ദ്രൻ, അതായത് ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി അല്ലല്ലോ പെൻഷൻ. അല്ല, ഞാനതല്ലേ ചോദിക്കുന്നത്. അല്ല, അത് വേറെ, അത് രണ്ടാ. പെൻഷൻ സാമൂഹ്യ ക്ഷേമ പെൻഷനാണ്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ അല്ലല്ലോ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി. ഞാൻ അങ്ങനെയുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. അല്ല, അങ്ങ് ചോദിച്ചെനിക്ക് മനസ്സിലായി. 2,000 രൂപ കൊണ്ട് ജീവിക്കുന്ന 62 ലക്ഷം പേരുണ്ടോ എന്നാണ് ചോദിച്ചത്. അതെ, പക്ഷെ അവര് ദാരിദ്ര്യത്തിന്റെ താഴെ പട്ടികയിലുള്ളവരല്ല. 60 വയസ്സ് കഴിഞ്ഞ് സാർവത്രിക പെൻഷനാണ്. അതിനകത്ത് എല്ലാ ക്ലാസ്സിലുള്ളവരുണ്ട്. അല്ല, ഒരു കാര്യമുണ്ട്, യൂണിവേഴ്സലാണത്. അപ്പൊ ഈ 62 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ പെൻഷൻ അർഹതയുണ്ട്. സാറിന് വേറെ പെൻഷൻ കിട്ടുന്നില്ല. സാറിന് മറ്റേ പെൻഷൻ അർഹതയുണ്ടോ? സാറിന് അതിന്റെ ഡെഫിനിഷൻ എന്താ? സാറിന് 60 വയസ്സ് കഴിഞ്ഞോ? 60 പെൻഷൻ ഇല്ലേ? സാറിന് വേറെ വരുമാനം ഇല്ലേ? സാറിന് പെൻഷൻ കിട്ടും. ഒറ്റ കാര്യം, സാറ് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനാണ്. ഈ കേരളത്തിൽ പ്രഖ്യാപിച്ച് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ BPL അല്ല, ഇത്രേ ഉള്ളൂ. കൺസെപ്ഷൻ ഇത്രേ ഉള്ളൂ. BPL മാത്രം കൊടുക്കുന്ന പരിപാടി അല്ല പെൻഷൻ. അത്രേ ഉള്ളൂ. ബിലോ പോവർട്ടി ലൈൻ അല്ല. അപ്പൊ നാളെ വേണമെങ്കിൽ അരുണിനും കിട്ടും. എനിക്ക് ജോലി ഇല്ലെങ്കിൽ കിട്ടും. ഞാൻ 60 തികയണം. വയസ്സാക്കരുത്. ചെറുപ്പക്കാരനാ. അതിലൊരു കാര്യം അവസാനിപ്പിക്കുക. എനിക്ക് സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പറയാനുള്ളത്, ഈ 2005 ജിമ്മിലും അത് കഴിഞ്ഞുള്ള കിമ്മിലും ഒക്കെ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ ജിമ്മും ഈ ജിമ്മും തമ്മിൽ എന്തോ വ്യത്യാസം? അതാണ് ഇവര് പറഞ്ഞത്. എല്ലാം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ്. വിദേശത്ത് നിന്ന് കുറെ വ്യവസായികൾ വരും. ഞങ്ങളെ പോലുള്ള ഇവിടെയുള്ള വ്യവസായികൾ. ആശയം കൊണ്ടുവന്നത് കുഞ്ഞാലിക്കുട്ടിയാണല്ലോ. അതെ, കുഞ്ഞാലി സാഹിബാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സ്റ്റാർട്ടപ്പുകളുടെ പരാജയത്തിന് കാരണം 90% പരാജയമാണ്. നമ്മൾ ഈ സിനിമാക്കാരുടെ കഥ കേൾക്കണം. ഒരു ആഴ്ച 1-2 സ്റ്റാർട്ടപ്പുകളുടെ ഇൻവെസ്റ്റ്മെന്റ് വരും. അവർക്ക് ഈ ഗവൺമെന്റ് 15 ലക്ഷമൊക്കെ കിട്ടിയവരായിരിക്കും ഇവർക്ക്. പക്ഷേ ഇതൊന്നും ലോജിക്കില്ല. അവർ പറയുന്ന, സാറേ ഇത്ര കഴിയുമ്പോൾ ഇത് വെഞ്ചർ ക്യാപിറ്റൽ വരും, അത് കഴിഞ്ഞ് ഇത് ഇക്വിറ്റിയിലേക്ക് പോകും, പിന്നെ 100 കോടി ആകുമ്പോൾ IPO-യിലേക്ക് പോകും, അപ്പോൾ സാറിൻ്റെ പൈസ തിരിച്ചു തരാം. ഇതൊന്നും ഒരു ലോജിക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് ഈ സ്റ്റാർട്ടപ്പുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താ രക്ഷപ്പെടണം ഉണ്ടാവും ഇതിൻ്റെ അകത്ത്? ഞങ്ങളത് കൺവെൻഷൻ ഞാൻ ഒരു ആഴ്ചയില് ഈ സിനിമാക്കാര് കഥ പറയാൻ വരുമല്ലോ, നമ്മൾ കഥ കേൾക്കും, ഒരു ഫണ്ടിലുണ്ടാവും, അതവിടെ മാറ്റി വെക്കും, പിന്നെയും വരും എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിന്റെ കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒരു നിമിഷം സാർ, ഞാൻ അങ്ങയിലേക്ക്. ഞാൻ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ മാത്രമല്ല, മെൻട്രോ, ഏഞ്ചൽ ഇൻവെസ്റ്ററോ. ഞാൻ ബേസിക്കലി ഇതിന്റെ ബ്രാൻഡ് സ്റ്റാർട്ട്, ഞാൻ ഇതിന്റെ എല്ലാ ആംഗിളിൽ നിന്നും നിങ്ങൾ 3 പരാജയപ്പെട്ടിട്ടാണല്ലോ മെൻറ്റർ ആയത്. ആണ്, അതുകൊണ്ട് തന്നെയാണ്. അല്ല, അതിന്റെ ആൻസർ ഞാൻ പറയാം. ബിക്കോസ് ഞാൻ തുടങ്ങിയ ഇക്കോസിസ്റ്റത്തിൽ വിമൻ ഓൺട്രപ്രണർ എന്ന ഇക്കോസിസ്റ്റം ഇല്ല. ഞാൻ 2013 തുടങ്ങിയത്. ഞാൻ വന്നത് പുറത്തുനിന്നാണ്. ഐ കെയിം ഫ്രം ദുബായ്. ഐ ഡോണ്ട് നോ ദി ഇക്കോസിസ്റ്റം. അവിടെ ക്ലാസ് കളിക്കുന്ന സാധനം ഇവിടെ കളിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇത് അങ്ങനെ ഒരു ഇത് ത്രൈവിങ് ഇക്കോസിസ്റ്റമാണ്. ഡെവലപ്പ് ചെയ്ത് ഇവോൾവ് ചെയ്ത് 2021 വിമൻ എന്ന് പറയുന്ന ഒരു ഇക്കോസിസ്റ്റം ഇവർ അബ്സോർബ് ചെയ്ത് തന്നെ. ഞാൻ 2013 ഇവിടെ വരുമ്പോൾ എൻ്റെ പിയർ മൊത്തം ദേ ആർ മെൻ. And the thing is that patriarchy is patriarchy. It's not women alone. ഇപ്പൊ മാറിയിട്ടുണ്ടോ കാര്യം, സാഹചര്യം? 100% മാറിയിട്ടുണ്ട്. ആരാ മാറ്റിയത്? അത് ഇവിടുത്തെ മനുഷ്യർ തന്നെ.
ഓവർ ദ ടൈം ആൾക്കാർക്ക് വിവരം വെച്ച് തുടങ്ങി. പക്ഷേ നമ്മളിവിടെ പറയുന്നത് ആരെയും എഗൻസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ഞാനൊരു കാര്യം പറയാം. Percent of the startups fail in the first year. Only 10% survive and they may bring Yes. ഈ നമ്മളിപ്പോ They need to have perseverance for that. മെറ്റൽ വേണം, അതിനൊരു മെറ്റൽ വേണം. അതല്ല, ഇവിടെ കേരളത്തില് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ലൈസൻസിങ് എളുപ്പമായപ്പോൾ ഒരു വ്യവസായികൾക്ക് ഇത് ബാങ്കിന്റെ സാമ്പത്തികം കിട്ടുന്നെന്ന് പറയാൻ പറ്റില്ല. 3 ലക്ഷം വിദേശ നിക്ഷേപമാണ് കേരളത്തിൽ വരുന്നത്. ഇന്ന് സിഡ്ബി 5000 കോടി രൂപയാണ് ഇവിടെ കൊടുത്തത്. ഒരു 5000 കോടി കൊടുക്കാൻ തയ്യാറാണ്. ഏത് ബാങ്കും വയബിൾ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ സാമ്പത്തികം ഒരു വിഷയമേ അല്ല. ഒരു കൊളാട്ടറില്ലാതെ ഇന്ന് സാമ്പത്തികം കൊടുക്കാൻ ബാങ്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു കാര്യം ഒരു രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങളില്ല. സ്റ്റാർട്ടപ്സ് പലതും ഇല്ലോജിക്കലാന്ന് പറയുന്നു. ബട്ട് ഇപ്പൊ നമ്മൾ എന്ത് കാര്യം നോക്കണമെങ്കിലും ChatGPT ഓർ ഗൂഗിൾ ഇതെല്ലാം ഒരു സമയത്ത് സ്റ്റാർട്ടപ്പ് ആയിരുന്നു. ഒൺലി തിങ് ഇസ് അവർ ഇന്ത്യയിലല്ലായിരുന്നു, അവർ വിദേശത്തായിരുന്നു. അവർക്ക് അതിനുള്ള ഫണ്ടിങ്ങും സപ്പോർട്ടും എല്ലാം അവിടെ കിട്ടി. റൈറ്റ് ടൈം റൈറ്റ് സപ്പോർട്ട്. ദർ ആർ ലോട്ട് ഓഫ് മെറ്റൽ ഇൻ സ്റ്റാർട്ടപ്സ് ഇല്ലെങ്കിൽ ഒരു കൺട്രിക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവരാണ് ആ കൺട്രിയിൽ ജനറേറ്റിംഗ് റവന്യൂ. അപ്പൊ ബേസിക്കലി നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിനെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചാൽ കുഞ്ഞിടവേള എടുത്തിട്ട് വരാം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പിൽ മാത്രമായിട്ട് കുരുങ്ങി കിടക്കണ്ട. ബഡ്ജറ്റ് കുറച്ചുകൂടി വിശാലമായ ഒരു മേഖലയായതുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ മുൻപിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് എത്രമാത്രം ജനങ്ങളെ സ്പർശിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അടിസ്ഥാനമായതാണല്ലോ, വോട്ടർമാരെ സ്പർശിക്കാൻ സാധ്യതയുണ്ടോ, വോട്ടർമാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ് അതിന്റെ രാഷ്ട്രീയം കൂടി. പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ബഡ്ജറ്റ് 2026.